േക്കൊന്ന് പോകണം ആര്യ. കാരണം തൃക്കാക്കരയിൽ നേരത്തെ പോയിരുന്നു ചടങ്ങുകൾ ആഘോഷങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് തൃക്കാക്കര അമ്പലത്തിലെ ആഘോഷം കൂടിയാണ്. ടോം കുര്യാക്കോസ് ആണ് നമുക്ക് ഒപ്പം അവിടെ നിന്ന് ചേരുന്നത്. ടോം, ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കുകയാണ്. ടോം, നാടൻ പാട്ടും ഒക്കെ ആയിട്ട് ഇവിടെ ഞങ്ങൾ പൊളിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഒരു കൂട്ടം വലിയ കലാകാരന്മാർ ചേരുന്നുണ്ട് പ്രേക്ഷകർക്കായി. അപ്പൊ ഇടയ്ക്ക് നമ്മൾ വാർത്തകൾക്കായി അങ്ങോട്ടേക്ക് വന്നതാണല്ലോ. തൃക്കാക്കരയിൽ എന്തായി കാര്യങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായും നല്ലൊരു ഓണം സ്വാഭാവികമായിട്ടും എല്ലാവരും മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുകയാണ്, ഈ ഓണം ആഘോഷിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃക്കാക്കര ക്ഷേത്രത്തിലാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ ചടങ്ങ്, പ്രധാനപ്പെട്ട ചടങ്ങ്, ഈ മഹാബലിയെ എതിരേൽക്കുന്ന വാമനന്റെ വേഷം ധരിച്ചൊരു കുട്ടി ആണ് എതിരേൽക്കുന്ന, മഹാബലിയെ എതിരേൽക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് വലിയ നമ്മൾ നേരത്തെ ലൈവിൽ പറഞ്ഞതുപോലെ ഈ തൃക്കാക്കര ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം തന്നെ ഈ ഓണവുമായി ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ ഈ മഹാബലി ആസ്ഥാനം, തൃക്കാക്കര ക്ഷേത്രത്തിലെ ഈ മഹാബലി ആസ്ഥാനത്താണ് ഈ ചടങ്ങ് നടക്കുന്നത്. മഹാബലി അധിവസിക്കുന്ന സ്ഥലം ആണ് ഈ മഹാബലി ആസ്ഥാനം എന്നാണ് സങ്കല്പം. അതുകൊണ്ട് ഇവിടുന്നാണ് മഹാബലിയെ എതിരേൽക്കുന്നത്. നമുക്ക് ഒപ്പം FACയുടെ മുൻ ഉദ്യോഗസ്ഥനും ഈ പ്രദേശവാസിയുമായ ബാലേന്ദ്രൻ സാർ ചേരുന്നുണ്ട്. സാർ, ഇതിന്റെ ഒരു ഐതിഹ്യം ഈ ക്ഷേത്രവുമായി വലിയ ബന്ധമുണ്ട്. ക്ഷേത്രമായിട്ട് എന്റെ ജന്മസ്ഥലമാണ്. ഇവിടെ തന്നെയാണ് ജീവിച്ചതും വളർന്നതും ഇപ്പോൾ വയസ്സായിരിക്കുന്നത്. തൃക്കാക്കര മഹാക്ഷേത്രം വാമനമൂർത്തി ക്ഷേത്രമാണ്. ഓണത്തിന്റെ കേരളവും ലോകം മുഴുവൻ ഓണം ആഘോഷിക്കുമ്പോൾ ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആനയിക്കപ്പെടുന്ന തൃക്കാക്കരയപ്പന്റെ ആസ്ഥാനമാണിത്. ഇവിടെ വാമനമൂർത്തി മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ്. അദ്ദേഹത്തിന് ത്രിവിക്രമനായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ത്രിവിക്രമൻ എന്ന് പറയുമ്പോൾ ശംഖചക്ര ഗദാപത്മത്തിലെ ഗദയില്ലാതെ, അപ്പൊ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരെ മനസ്സിലായല്ലോ, യുദ്ധവും വെട്ടലൊന്നും വേണ്ട, ഗദയില്ലാതെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെ പ്രഹ്ലാദന്റെ പൗത്രനായിരുന്ന അദ്ദേഹം ഇതിന്റെ അടുക്ക് വാമനൻ ചെറിയൊരു ബ്രാഹ്മണനായിട്ട് വന്ന് 3 അടി മണ്ണി യാചിക്കുന്നു. അദ്ദേഹം പറയുന്നു എന്തു വേണമെങ്കിലും തരാമെന്ന് പറയുന്നു. അതിന്റെ ബാക്കി ചരിത്രമൊക്കെ മലയാളിക്ക് വളരെ സുപരിചിതമാണ്. അങ്ങനെ തന്നെ 3 അടി മണ്ണ് അനുവദിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു 2 അടി കൊണ്ട് ഈ ഭൂലോകം മുഴുവൻ അളന്നു. 3ാമത്തെ അടി എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ വാക്കുപാലിക്കുന്നതിനായിട്ട് നമ്മൾ അറിയുന്ന മഹാബലി, സത്യധർമാദികളുടെ മൂർത്തിഭാവമായ മഹാബലി ഉടനെ തന്നെ പറയുന്നു, മത് ശിരോഭുവി തൃക്കാൽ വെച്ചുകൊണ്ട് അടിയനാൽ ഉക്തമാം സത്യം രക്ഷിക്കണമേ ദയാനിധേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തല ഊന്നിച്ചു കൊടുക്കുന്നു. ആ തലയിൽ കാൽ എത്താതെ തന്നെ കാല് വെച്ചുകൊണ്ട് സുതലത്തിലേക്ക് വിടുകയാണ്, മഹാബലിയെ വിടുകയാണ് ചെയ്യുന്നത്. ആ മഹാബലിക്ക് നമ്മളുടെ കേരളീയ സങ്കല്പത്തിൽ, മലയാളി സങ്കല്പത്തിൽ ഒരു ദിവസം വരുന്നതിനുള്ള അവസരമാണ് ഇന്ന്. അതുകൊണ്ട് നമ്മൾ മഹാബലിയെയും വാമനെയും സമഭാവനയോടെ മഹാബലി പറഞ്ഞു തന്നിരിക്കുന്ന ഐക്യമത്യത്തോടുകൂടി സ്വീകരിക്കുന്നു. ആ മഹാബലിയെ എതിരേറ്റ് വാമനന്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇപ്പൊ ആരംഭിക്കുകയാണ് ഇപ്പോൾ 8 മണി. എങ്ങനെയാണ് ഇതിന് ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത? ചടങ്ങിന്റെ പ്രത്യേകത മഹാബലിയെ ആനയിച്ച് കൊണ്ടുവന്ന് വാമന പ്രതിഷ്ഠയുടെ അവിടേക്ക് കയറ്റുന്നു എന്നാണ് സങ്കല്പം. നമ്മൾ മഹാബലിയെ എല്ലാവരും നമ്മുടെ മനസ്സിൽ കാണുകയാണ് ചെയ്യുന്നത്. മഹാബലിക്ക് പ്രത്യേകമായ വിഗ്രഹമില്ല. അപ്പൊ ഇവിടെ സ്വീകരിക്കുന്ന വാമനന്റെ വേഷത്തിലുള്ള ഒരു കുട്ടിയാണ്, സാങ്കല്പികമാണല്ലോ. അപ്പോൾ വാമനന്റെ വേഷത്തിലാണ് സ്വീകരിച്ചു കൊണ്ടുപോയി മഹാബലിയുടെ സ്ഥാനത്ത് കൊടുക്കുന്നു. ഇന്നത്തെ കേരളം ഭരിക്കുന്നത് മഹാബലിയായിരിക്കും. നമ്മളുടെ സങ്കല്പത്തിൽ ഓണത്തിന്റെ എല്ലാ ചടങ്ങുകളും മഹാബലിയിൽ അർപ്പിതമാണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ സമഭാവനയിൽ ഞാൻ പറഞ്ഞ പോലെ അവിടെ പോയി വിഷ്ണുവിനെയും കാണാൻ പറ്റും. ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ, ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹാബലി ആസ്ഥാനത്ത് നിന്ന് എതിരേൽക്കുന്ന ചടങ്ങാണ്. അല്പസമയം മുമ്പാണ് ഈ ചടങ്ങുകൾക്ക് തുടക്കമായത്. പക്ഷേ രാവിലെ മുതൽ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ നിരവധി ഭക്തജനങ്ങൾ ഈ തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്നത് തന്നെ ഈ വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള വാമനനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കേരളത്തില് അപൂർവമായി കാണുന്ന ഒരു ചടങ്ങ്, അതായത് ഈ വാമനന്റെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ തൃക്കാക്കര ക്ഷേത്രം. ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഈ ഓണവുമായി അത്രയധികം ഇഴചേർന്ന് കിടക്കുന്ന
ഇഴചേർന്ന് കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ തൃക്കാക്കര എന്ന പേര് അത് തിരുകാൽക്കര, അതായത് ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണ് എന്നാണ് ഇതിന്റെ ഒരു ചരിത്രം, ഒരു കഥ തന്നെ. അത്തരമൊരു കഥയുണ്ട്. അതായത് ഭഗവാൻ വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായിട്ടുള്ള വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്നു എന്ന ഒരു ഐതിഹ്യത്തിലാണല്ലോ ഈ ഓണത്തിന്റെ ഒരു സങ്കല്പം തന്നെ. അങ്ങനെ ഈ ഓണത്തിന്റെ സങ്കല്പവുമായി അല്ലെങ്കിൽ ഓണത്തിന്റെ ഐതിഹ്യവുമായൊക്കെ അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം. എത്ര ഓണമുണ്ടാലും തൃക്കാക്കര ക്ഷേത്രത്തില് എത്തിയില്ലെങ്കിൽ അത് ഒരു എത്ര ഓണം ഉണ്ടാലും പ്രയോജനമില്ല എന്ന് പഴമക്കാരൊക്കെ പറയുന്നുണ്ട്. അത് കാരണം ഇവിടുത്തെ ഒരു ചടങ്ങുകൾ പോലും അങ്ങനെയാണ്. ഭയങ്കര രസകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വിശ്വാസവുമായി, ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി ഐതിഹ്യവും ചരിത്രവും ഒക്കെ ഇതിന് പറയാനുണ്ട്. ഇപ്പോൾ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങ്, അതായത് ക്ഷേത്രത്തിന് ചുറ്റും മഹാബലിയുമായി വലം വയ്ക്കുന്നു. അത് വാമനാണ് മഹാബലിയെ എതിരേൽക്കുന്നത്. പിന്നീട് ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മളുമായി പങ്കുവെച്ചത്. ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ എങ്ങനെയാണോ അത് പുനരാവിഷ്കരിക്കുകയാണ് ഈ ഓണനാളിൽ. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെ ഇതാണ് രഞ്ജിത്ത്. ഇങ്ങനെ വാമനൻ അവിടേക്ക് എത്തി 3 അടി മണ്ണ് ചോദിക്കുന്നു. ആ ഒരു ചടങ്ങ് അവിടെ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചടങ്ങുകൾ കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോം കുര്യാക്കോസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് വരണം. നമ്മുടെ കലാകാരന്മാർ ഇവിടെ അടിച്ചു